ഹലോ സ്റ്റെപ്സ് ടു യു കെയുടെ ഓണാശംസകൾ. ഞങ്ങൾ റോത്ത്വെൽ ആൻഡ് ഡെസ്പെറോ ടീം സംഘടിപ്പിച്ച ഒരു ഓണാഘോഷത്തിൻ്റെ ചടങ്ങുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ ചേട്ടന്മാരും കൂടെ ചേർന്ന് രാവിലെ തന്നെ അത്തപ്പൂക്കളം ഒരുക്കുന്ന കാഴ്ചയാണിത്. വളരെ കഷ്ടപ്പെട്ട് പൂക്കളൊക്കെ സംഘടിപ്പിച്ച് അവരെല്ലാവരും കൂടെ ഒരു കുഞ്ഞ് അത്തപ്പൂക്കളമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ ആവുമെന്ന് നേരെ കാണാം. ഫൈനലി ഇങ്ങനെ എത്തിയിരിക്കുന്നു. അവരെ കഷ്ടപ്പെട്ട് നല്ലൊരു അത്തപ്പൂക്കളം ഒരുക്കി എല്ലാവരെയും സ്വാഗതം ചെയ്ത് വേദിയിലേക്ക് ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പേഴ്സണെ സ്വാഗതം ചെയ്ത് നമ്മളങ്ങനെ നമ്മുടെ ഓണാഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാത്തിലും തിരുവാതിരയാണ്. അപ്പം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ടീം ചേർന്ന് ഒരു 6 പേരുള്ള ഒരു ടീം ചേർന്ന് ഇവിടെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. കൊച്ചു തിരുവാതിരയായിരുന്നു. വലിയ ആർഭാടങ്ങളൊന്നും കാണാനില്ലെങ്കിൽ തന്നെ ഒരാഴ്ചയും കൊണ്ട് പഠിച്ചെടുത്ത ഒരു തിരുവാതിരയാണിത്. നമുക്കതിൻ്റെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം നോക്കാം. എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ആരും അത്ര വലിയ ഡാൻസേഴ്സ് ഒന്നുമല്ല. നമുക്കറിയാവുന്ന രീതിയിൽ ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു ചെറിയ തിരുവാതിരയാണ്. ഇന്ന് തിരുവാതിരയ്ക്ക് ശേഷം അടുത്ത് ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതെൻ്റെ മോനും അവൻ്റെ ഫ്രണ്ട്സും കൂടെയാണ്. കിട്ടിയ ഒരു 2-3 മിനിറ്റിൽ 2-3 ഫോട്ടോസിൽ പോസ് ചെയ്യാൻ പറഞ്ഞപ്പം ആശാൻ പോസ് ചെയ്ത ഫോട്ടോസാണിത്. ഇത് അവരുടെ കുട്ടി ടീം മെമ്പേഴ്സ്. ഇത്രയും മലയാളി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ചെറിയ പിള്ളേർ, 5 വയസ്സ് തൊട്ട് ഒരു 10 വയസ്സ്. ഇത് കൊച്ചു കുട്ടികളുടെ മുട്ടായി പെറുക്കലുണ്ടായിരുന്നു. മുട്ടായി ഒട്ടും കഴിക്കുന്നില്ലെങ്കിലും എൻ്റെ കുഞ്ഞാവയ്ക്ക് തന്നെയാണ് മുട്ടായി പെറുക്കലിന് ഫസ്റ്റ് കിട്ടിയ മുട്ടായികളെല്ലാം കയ്യിൽ പൊത്തിപ്പിടിച്ച് അവൻ എങ്ങനെയൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചു എന്ന് പറയും. എന്തായാലും അതിൽ ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. വളരെ രസകരമായ വീഡിയോസാണ്. മുട്ടായി പെറുക്കലിന് ശേഷം ബലൂൺ പൊട്ടിക്കൽ മത്സരമായിരുന്നു ഇത്. കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ബലൂൺ പൊട്ടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബലൂണിൻ്റെ പുറകെ നടക്കുന്നതല്ലാതെ ആർക്കും ഞെക്കി പൊട്ടിക്കാനുള്ള ഒരു ശക്തി പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ തേരാപാര നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാണാൻ എന്തായാലും നല്ല രസമായിരുന്നു. കണ്ടിരിക്കാൻ ഏറ്റവും നല്ല അടിപൊളി ഒരു ഗെയിമായിരുന്നു കൊച്ചു പിള്ളേരുടെ ബലൂൺ പൊട്ടിക്കൽ. പക്ഷേ വലിയ കുട്ടികളുടെ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൽ എല്ലാവരെയും അതിശയിപ്പിച്ച് ഭയങ്കര വാശിയേറിയ മത്സരമായിരുന്നു ഈ കുട്ടികൾ. അവിടെ നല്ലൊരു ഫണ്ണായിരുന്നു. ബലൂൺ പൊട്ടിച്ചതിനെ കരയുകയും ബലൂൺ പൊട്ടിക്കൽ സന്തോഷിക്കുകയും ചെയ്യുന്ന 2 ടീമിനെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്തായാലും ഇതും ഒരു അടിപൊളി ഫൺ ഗെയിമായിരുന്നു. പിന്നെ നമ്മളുടെ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു, സദ്യയായിരുന്നു. അങ്ങനെ 24 കൂട്ടം കറികളെല്ലാം ചേർന്ന് എല്ലാവരും കഴിക്കുന്നത്. അതിൻ്റെ മകൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുക്കുണ്ട്. പക്ഷേ എന്ത് കഴിക്കുന്ന എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും അവിടെ ആശയം നല്ല സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മളുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഇതിൻ്റെ സംഘാടകരും ബാക്കിയുള്ള മെമ്പേഴ്സും എല്ലാവരും നമ്മൾ തന്നെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഓരോ ഹായ് പറയുന്നു. അടുത്ത നമ്മുടെ വാശിയേറിയ കസേരകൾ. എന്തായാലും ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരു വിധത്തിലെ കസേരയെല്ലാം കളിക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ആണുങ്ങളുടെ കസേരകളി അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ കസേരകളി അങ്ങനെ അവിടെ പൂർത്തിയാക്കി. എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു ആഘോഷമായിരുന്നു. ഒരുപാട് പേര് ഇത്രയും മലയാളികളോട് ഉണ്ടാവുമെന്ന് നമ്മളും ചിന്തിച്ചില്ല. നല്ല ഫൺ ഗെയിമായിരുന്നു എല്ലാ കസേരകളിലും. അങ്ങനെ അതും കഴിഞ്ഞിരിക്കുന്നു. കസേരകളിക്ക് എല്ലാം ശേഷം കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം, ഫസ്റ്റ് കിട്ടിയവർക്കുള്ള സമ്മാനം, പിന്നെ എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം. അതിനുശേഷം നമ്മളുടെ ചെറിയ ചെക്കന്മാരുടെ യൂത്തിൻ്റെ വക ഒരു ചെറിയ ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ സന്തോഷമായിട്ട് തീർന്നിരിക്കുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്.